മാറ്റം എന്നുള്ള വാക്കാണ് നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ. ടോപ്പിക്കിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻ ആ രീതിയിൽ ചോദ്യങ്ങൾ വന്നു. മൊത്തത്തിൽ ഹിസ്റ്ററി ഒരു ബേർഡ് ഐ വ്യൂ, ഒരു കഥ പോലെ നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പ്യൂർലി കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സബ്ജക്റ്റും ചാപ്റ്ററും ഒക്കെ സിലബസിൽ മുമ്പും ഇപ്പം വലിയ മാറ്റമൊന്നുമില്ല. ചാപ്റ്ററിനുള്ളിൽ വരുന്ന ടോപ്പിക്സും സബ് ടോപ്പിക്സിന്റെ എണ്ണം കൂടിയെന്നുള്ളതാണ് പ്രകടമായിട്ടുള്ള മാറ്റം. ഇപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. റാങ്ക് ഫയലുകളൊക്കെ മാത്രം പഠിച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് നോട്ട്സുകൾ പഠിച്ചു പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വിയർക്കും. റാങ്ക് ഫയൽ അധിഷ്ഠിതമായിട്ട് സമീപിക്കേണ്ട ഒരു പരീക്ഷ അല്ലാതായി തീർന്നിരിക്കുകയാണ്. എക്സാമിന്റെ സമയത്തിൽ പ്രസ്ഥാന ചോദ്യം വന്നുകൊണ്ട് സമയം കൂട്ടിയില്ല. മിനിമം സമയം കൊണ്ട് എങ്ങനെ പ്രസ്ഥാന ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഈ സമയം ലാഭിക്കാനുള്ള ഒരു ഏരിയ കൂടിയാണ് നമുക്ക് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. നമ്മളൊരു പരീക്ഷയെ ക്രാക്ക് ചെയ്ത് അടുത്ത തവണ എക്സാം ബോഡി കൂടുതൽ ബൗൺസ് ആയിട്ട് വരും, അല്ലെങ്കിൽ കൂടുതൽ തരം ചോദ്യങ്ങളായിട്ട് വരും. വളരെ എക്സൈറ്റഡ് ആണ് പുതിയ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി. ശരിക്കും ഈ കിട്ടുന്ന ശതങ്ങളുണ്ടല്ലോ പുതിയ ചോദ്യങ്ങളുടെ, ആ ശതങ്ങളാണ് നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റും എത്ര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എത്ര പ്ലാറ്റ്ഫോംസ് ഈ രീതിയിലുള്ള മാറ്റങ്ങളെ ആ സമയത്ത് തന്നെ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്ത് മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ഈ മേഖലയിലുള്ള ആൾക്കാർ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. വിപണിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പഴകി പഞ്ചറായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതിയോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള ഉത്തരം കിട്ടൂ. അടുത്തൊരു 20-30 വർഷം ഇവിടുത്തെ ഭരണ ചക്രം തിരിക്കാൻ പോകുന്ന ആൾക്കാരുടെ ക്വാളിറ്റി സ്ഫുടം ചെയ്യുക എന്നുള്ളൊരു ദൗത്യം കൂടി PSC ഏറ്റെടുത്തിട്ടുണ്ട്. നമസ്കാരം. അപ്പോൾ 10-12 തലത്തിലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നു തുടങ്ങി. ഇപ്പോൾ WCPO, ഫയർമാൻ തുടങ്ങി നിങ്ങൾ കാത്തിരുന്ന പല നോട്ടിഫിക്കേഷൻസും വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്ന് KS മെൻഡർ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഡിഗ്രി തലത്തിൽ 5-ലൊരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സക്സസ് ഉണ്ടാക്കിയ ഒരു ടീമിനെ KS മെൻഡർ +2 തലത്തിലോട്ട് 10th തലത്തിലോട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുക ആ ടീം എന്താണ്, അല്ലെങ്കിൽ ഒരു 10th +2 ലെവലിൽ എക്സാമിനെ ഒരു ഉദ്യോഗാർത്ഥി എങ്ങനെ സമീപിക്കണം, എന്താണ് ഒരു ഐഡിയൽ സ്റ്റഡി പ്ലാൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഡിഗ്രി തലത്തിൽ വന്ന ആ ഒരു മാറ്റം 10th തലത്തിലോട്ട് അല്ലെങ്കിൽ +2 തലത്തിലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, PSC കൊണ്ടുവന്ന ആ ഒരു വലിയ മാറ്റം +2 തലത്തിലും 10th തലത്തിലും വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് പിന്നിൽ എത്രമാത്രം സത്യമുണ്ട്, ഇതെല്ലാം നമ്മൾ ഇന്നൊന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിനുവേണ്ടി എൻ്റെ കൂട്ടത്തിലുള്ളത് KS മെൻഡറിലെ +2 10th ടീമിലെ ഒരു ഭാഗം ആൾക്കാരാണ്. നമ്മുടെ ടീം ഇതിലും വലുതാണ്. ഞാൻ അതിൽ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കേരള ഹിസ്റ്ററി, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ KS മെൻഡർ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അരുൺരാജ് സാറ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. 13 കൊല്ലത്തോളം ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള, ഹിസ്റ്ററിയിൽ അക്കാഡമിക് തലത്തിൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള അരുൺരാജ് നമ്മളോട് പറയും എന്താണ് കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ ഇന്ന് 10th +2 തല എക്സാമുകളിൽ നടക്കുന്നത്, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ ഒരു സബ്ജക്റ്റിനെ ഒരു കുട്ടി സമീപിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ 10-13 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പറയാം, പല തരത്തിലുള്ള കുട്ടികളെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു 2016-17 കാലഘട്ടത്തിലുള്ള ഒരു സിസ്റ്റം അല്ല ഇപ്പോഴും. പരീക്ഷകൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേരെയും പലതരത്തിൽ കണ്ടിട്ടുണ്ട്. 2016-17 എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ പിള്ളേരിപ്പം PSC എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാക്സിമം അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എക്സാമിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റം ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പം കുറച്ച് ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാന നായകന്മാർ 2016-17 പരീക്ഷകൾക്കെല്ലാം ഒരുപാടുണ്ടായിരുന്നു. P. കൃഷ്ണപിള്ള പോലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയില്ല, എണ്ണം കുറച്ചു. പക്ഷേ എണ്ണം കുറച്ചപ്പോൾ എന്താ, ടോപ്പിക്കിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പരമാവധി അതിനകത്ത് നിന്ന് എങ്ങനെയൊക്കെയാണോ ഡൈവേർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ്റെ വ്യാപ്തി കൂട്ടാൻ പറ്റുന്നത് ആ രീതിയിൽ ചോദ്യങ്ങൾ വന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് അനന്തൻ സാറ് നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ വേറെ പല സബ്ജക്റ്റുകളിലും KS മെൻഡർ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അനന്തൻ സാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സാർ, എങ്ങനെയാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ കുട്ടികൾ കാണേണ്ടത്? എന്താണ് ഈ ഒരു എൻ്റയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് അനന്തൻ സാർക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ്? പൊതുവേ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ഒരു പേടി സ്വപ്നമാണ്. അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഫാക്റ്റ് അവർ മറന്നു പോകുന്നു, വർഷങ്ങൾ ഓർത്തു വയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഈ കുറച്ച് ബൈഹാർട്ട് പഠിക്കേണ്ടതുണ്ട്. ഫാക്റ്റ് ഇല്ല എന്നല്ല, പൂർണ്ണമായും PSC ഒഴിവാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ 10th 12th മേഖലയിൽ അവർ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് ഹിസ്റ്ററിയെ മൊത്തത്തിൽ. ഇപ്പം ഞാനിപ്പോൾ ക്ലാസ്സിൽ
പഠിപ്പിച്ച് തുടങ്ങുന്നത് തന്നെ ഹിസ്റ്ററിയെ ഓരോ ചാപ്റ്റർ വൈസ് തുടങ്ങാനല്ല അവരെ പഠിപ്പിക്കുന്നത്. മൊത്തത്തിൽ ഹിസ്റ്ററി ഒരു ബേർഡ് ഐ വ്യൂ. അവർ മൊത്തത്തിൽ ഹിസ്റ്ററി എന്താണ്, മോഡേൺ ഡേ ഹിസ്റ്ററിയുടെ ഒരു കഥ പോലെ നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഹിസ്റ്ററി പഠിക്കേണ്ടത് എപ്പോഴും അങ്ങനെയാണ്. ആ കഥ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അത് ഒന്നാമത്തെ ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടം എടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ ഒരു മാറ്റം കണ്ടിട്ടുണ്ട്. മുമ്പാണെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ റെനൈസൻസ് എടുക്കുകയാണ്, നവോത്ഥാനം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ഓർഗനൈസേഷൻ തുടങ്ങി, ഇത് ആരാണ് തുടങ്ങിയത് അല്ലെങ്കിൽ തുടങ്ങിയ വർഷമായിരിക്കാം. ഇങ്ങനെയുള്ള ഫാക്ച്വൽ തലത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് മാറി ഒരല്പം കൂടെ ഡെപ്തിലേക്ക് പോകുന്നുണ്ട്. അതായത് ആ ഓർഗനൈസേഷൻസിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇപ്പം ഗാന്ധിയൻ മൂവ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ ആ മൂവ്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ, ആ മൂവ്മെന്റിന്റെ അതിന്റെ എന്താണ് കുറച്ചുകൂടെ എന്താണ് അതിന്റെ കുറച്ച് ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ അതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങുന്ന ഒരു സമയമാണിത്. അപ്പൊ നമ്മൾ ഇതിനെ മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ള ആ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ആ ക്വസ്റ്റ്യൻസിനെ നല്ല രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. എലിമിനേഷൻ പോസിബിൾ ആണ്. ആ രീതിയിലാണ് ഇനി അങ്ങോട്ട് ഹിസ്റ്ററിയെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത് നമ്മുടെ അബിൻ സാറ് നമ്മുടെ കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട്. കണക്കിനെ കണക്കാക്കി പറഞ്ഞു കൊടുക്കുന്ന അബിൻ സാർ, എങ്ങനെയാണ് 10th +2 തലത്തിൽ കുട്ടികൾ കണക്കിനെ സമീപിക്കേണ്ടത്? ഓക്കെ, കണക്കെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു പേടി സ്വപ്നമാണ് അല്ലെ. പക്ഷെ ആ ഒരു പേടി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ അതിനോടുള്ള ഒരു അപ്രോച്ചിന്റെ പ്രശ്നമായിരിക്കാം. ഇവരെങ്ങനെ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. പൊതുവെ മാത്സിനെ ബൈഹാർട്ട് പഠിക്കുക എന്നൊരു ട്രെൻഡ് പൊതുവെ PSC ക്ലാസ്സുകളിൽ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതി ഇവിടത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതായത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പൊ ഈ ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാമിലേക്ക് പോകുമ്പോഴേക്ക് ഈ ഒരു കാര്യങ്ങൾ മറന്നു പോകും. വീണ്ടും ടൈപ്പ് 1 ഏതാ, ടൈപ്പ് 2 ഏതാ, ടൈപ്പ് 3 ഏതാന്നൊക്കെ ചിന്തിച്ചു പോകും. ഇനി ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ടൈപ്പാണെന്ന് എക്സാം ഹാളിൽ ഇരുന്ന് തെരഞ്ഞു നോക്കേണ്ടി വരും. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പൊ നാളെ നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞ് ഇനി ഇതിന്റെ ഒരു പ്രൊമോഷൻ ലെവലിലേക്കുള്ള ഒരു എക്സാമിലേക്ക് പോകുന്ന സമയത്ത് മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത്. ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലുള്ള എക്സാം നോക്കിക്കഴിഞ്ഞാൽ, ആദ്യ ബോർഡിന്റെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും. ഈ താഴെ തന്നിരിക്കുന്നവര് ഇരട്ട സംഖ്യ ഏതാണ് എന്ന് പറഞ്ഞിട്ട് 15 ഘാതം 5, 15 ഘാതം 5 + 5, 15 ഘാതം 5 + ഒരു 5 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പൊതുവെ PSC കണ്ടുവരാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് എളുപ്പം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു 2 ഇരട്ട സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇരട്ട സംഖ്യ കിട്ടും, അതുപോലെ 2 ഒറ്റ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരട്ട സംഖ്യ കിട്ടും. ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായാൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ ടൈപ്പ് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. കൃത്യമായി കൺസെപ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പ്യൂർലി കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ആണ് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഡ് ഓൺ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ പൊതുവെ എനിക്ക് തോന്നുന്നു ട്രിക്സിലോട്ടാണ് കൂടുതൽ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുകയാണെങ്കിലും ട്രിക്സ് അത്യാവശ്യമാണ്. ഓക്കെ, കാരണം സമയം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ട്രിക്സ് പഠിക്കണ്ട എന്നല്ല പറയുന്നത്, നമ്മൾ കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം മാത്രം ട്രിക്സിലേക്ക് പോവുക. പ്രത്യേകിച്ച് എക്സാമിന്റെ ഒക്കെ ഒരു സെറ്റിംഗിലെ ആ ഒരു ഗൗരവമായിട്ട് പരീക്ഷ സമീപിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ട്രിക്ക് ഏതെങ്കിലും ഒന്ന് മിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ ആ ഒരു ട്രിക്ക് എന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം നിർബന്ധമില്ല. അപ്പോ ട്വിസ്റ്റ് ചെയ്തിട്ട് ബുദ്ധിമുട്ടാവും. ശരി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോ അടുത്ത് അർച്ചന മിസ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആർട്സ്, സ്പോർട്സ്, കൾച്ചറൽ, ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ജോഗ്രഫി തുടങ്ങിയ സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന അർച്ചന മിസ്, എങ്ങനെയാണ് ഈ ഒരു ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയകളിലൊന്നും അല്ലേ? നമ്മൾ പൊതുവേ കുറേ ഫാക്റ്റ് പഠിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത ഉണ്ട്. പക്ഷേ 10 മാർക്ക്, അതുപോലെ തന്നെ ജോഗ്രഫി 5 മാർക്കൊക്കെ വരുന്ന ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റുകളാണ്. എന്താ അവിടെ നടക്കുന്നത്? ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ അറിവിൽ 3/4 പേരോളം സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. കാരണം കുട്ടികൾ 2 തരം ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യുക. ഒന്ന്, ഇത് ഫാക്ച്വൽ ആണ്, എത്രത്തോളം ഓർത്ത് വെക്കും. 2, ഇപ്പം വരുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡിലും ഫാക്ച്വൽ കയറി വന്നു. അപ്പൊ ഇത് എങ്ങനെയാണ് എന്ന് ഇപ്പം പല കുട്ടികളോടും സംസാരിക്കുമ്പോൾ മിസ് ഇത് എങ്ങനെയാ പഠിക്കുക എന്നുള്ളൊരു ക്വറി നമ്മളിലേക്ക് എത്തിക്കാറുണ്ട്. ഞാൻ ക്ലാസ്സിൽ കയറി ചെന്ന് കുട്ടികളോട് കഥകൾ പറയും. ഇപ്പം കൾച്ചർ എടുക്കുകയാണെങ്കിലും ആർട്ട് എടുക്കുകയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ പറയാം, രാജാ രവിവർമ്മ പെയിന്റിങ്. നമ്മൾ അനന്തപത്രം ഫിലിം എല്ലാരും കണ്ടിട്ടുണ്ട്. അതിൽ പിണക്കമാണോ എന്നോട് ഇണക്കമാണോ? അതിൽ കാവ്യമാധവൻ ആ നിൽക്കുന്നത് ഒരു രാജാ രവിവർമ്മ പെയിന്റിംഗ് ആണ്.
പിന്നെ യൂട്യൂബേഴ്സ് വെച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ പറയും. ഇനി സ്പോർട്സ് എടുക്കാം. സ്പോർട്സ് എടുക്കുമ്പോഴും ഇന്ന സ്ഥലത്ത് ഇന്നത് നടന്നു, അല്ലെങ്കിൽ 2024 ഒളിമ്പിക്സ് പാരീസിലാണ് നടന്നത്, അങ്ങനെയല്ല പറയാം. നമ്മൾ തുടക്കം തൊട്ടേ ഹിസ്റ്ററിയിലെ കഥകളൊക്കെ പറഞ്ഞ് ഓരോ വർഷവും ഓരോ എടുത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതിയെ കഥകളിലൂടെയും കോഡുകളിലൂടെയും എങ്ങനെ ഓർത്തു വെക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുക. അപ്പൊ ക്ലാസ്സിൽ വന്ന് ഫാക്ട്സ് മാത്രം പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഫാക്ട് ബൈഹാർട്ട് ചെയ്യാതെയും ആർട്സ് സ്പോർട്സ് പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഉണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്, നമ്മൾ ചുറ്റും കാണുന്ന പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആർട്സ് സ്പോർട്സ് കൾച്ചറിൽ കാണാനുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാ സിലബസിലും ഉണ്ട്. പിന്നെ എല്ലാ സബ്ജക്റ്റുകളിലും കണ്ടുവരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കറണ്ട് അഫെയറിലോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വരണം. ഓക്കെ, പറഞ്ഞു. ഈസിയാണ്. ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ ക്ലാസ്സുകളിലൂടെ നമുക്ക് നന്നായി തന്നെ പഠിക്കാൻ പറ്റും. ഫാക്ട് മാത്രമല്ല, കൺസെപ്റ്റും കഥകളിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ആള് ഹാരിസ് സാറാണ്. നിങ്ങൾക്ക് അധികം പേർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ല. നമ്മുടെ എക്കണോമി ഫാക്കൽറ്റി ഹാരിസ് സാറ്. എക്കണോമി ഏത് തലത്തിലുള്ള പരീക്ഷ നോക്കിയാലും കുട്ടികളുടെ പേടി സ്വപ്നമാണ്. അതെ അതെ. +1 +2ലും അതേ സിലബസോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിലബസ് തന്നെയാണ്. അപ്പോൾ ഡിഗ്രി തലത്തിലുള്ള അറിവ് വേണോ +1 +2 പരീക്ഷ ജയിക്കാൻ? ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പെർസെ നമ്മൾ സിലബസ് വൈസ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഡിഗ്രി തലത്തിലുള്ള പ്രിപ്പറേഷൻ തന്നെ, അല്ലെങ്കിൽ ഡിഗ്രി തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്വസ്റ്റ്യൻസിനെ സമീപിച്ച് ഉത്തരം കൊടുക്കേണ്ട ചോദ്യങ്ങൾ 10th +2 ലെവലിലുണ്ട്. നമുക്ക് ഉദാഹരണമായിട്ട് തന്നെ കോട്ട് ചെയ്ത് പറയാം. അപ്പോൾ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് നമുക്കറിയാം. അതിപ്പം നിങ്ങളുടെ ബിരുദ തലത്തിലാണെങ്കിലും, ഞാൻ പറഞ്ഞത് കോളേജ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ +2 തലത്തിലാണെങ്കിലും, അപ്പോൾ എനിക്ക് വന്ന് 8ാം ക്ലാസ് തൊട്ട് എക്കണോമിക്സ് സിലബസിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് സ്കൂൾ തലത്തിൽ, അല്ലേ? അപ്പം അന്ന് തൊട്ടേ, അതായത് നമ്മുടെ സ്കൂൾ പഠന കാലഘട്ടം തൊട്ട് തന്നെ പൊതുവേ നമ്മൾ വിദ്യാർത്ഥികളും പിന്നീട് ഉദ്യോഗാർത്ഥികളായിരിക്കുമ്പോഴും ഒക്കെ ഡിസ്റ്റൻസ് ഇടുന്ന, അകൽച്ച പാലിക്കുന്ന ഒരു പേപ്പറാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പ് ഈ പാറ്റേൺ, ഈ റിഫോംസ്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ന് തന്നെ വിളിക്കാം. ഭരണപരിഷ്കാരം തന്നെയാണ് ഈ സിലബസ് പരിഷ്കരിച്ചുകൊണ്ട് കേരള PSC നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരു കൈൻഡ് ഓഫ് ഇൻഫോർമൽ പരിഷ്കാരമാണ്. ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ശേഷി അളക്കുന്നതിന് വേണ്ടി സിലബസ് പരിഷ്കരിക്കുന്നു. അപ്പം ഭരണപരിഷ്കാരത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ് സിലബസ് പരിഷ്കരിക്കുന്നത് വഴി 2020 ശേഷം നമ്മൾ ഈ കാണുന്ന മാറ്റം. ആ മാറ്റം 10ാം തരത്തിലും +2 തരത്തിലും ആ മാറ്റം പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ എക്കണോമിക്സ് പോലൊരു പേപ്പറിൽ, പൊതുവേ അകൽച്ചയിടുന്ന പേപ്പറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാണാതെ പഠിക്കാനുള്ള പ്രവണത കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ഓർമ്മശക്തി മാത്രം പരിശോധിച്ചുകൊണ്ട് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമല്ല ഇപ്പോൾ കേരള PSCക്ക് ഉള്ളത്. സോ അങ്ങനെ വരുമ്പോൾ മുമ്പ് കൂടുതൽ എക്കണോമിക്സ് എന്നുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ അത് പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ഫാക്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ വസ്തുതകളിൽ നിന്ന് മാറി. ഇപ്പോൾ ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി അങ്ങോട്ട് ഈ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും അത് ചർച്ച ചെയ്യും. അതായത് സബ്ജക്റ്റ് അതുപോലെ തന്നെ ചാപ്റ്റർ. ഓക്കെ, സബ്ജക്റ്റും ചാപ്റ്ററും ഒക്കെ സിലബസിൽ മുമ്പും ഇപ്പം വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ചാപ്റ്ററിനുള്ളിൽ വരുന്ന ടോപ്പിക്സും അതുപോലെ തന്നെ സബ് ടോപ്പിക്സിൻ്റെ എണ്ണം കൂടിയെന്നുള്ളതാണ് പ്രകടമായിട്ടുള്ള മാറ്റം. ഓക്കെ, ഒരു മാറ്റം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മാറ്റത്തെ കുറിച്ച് തന്നെ സംസാരിക്കാം. എന്താണ് PSC മാറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോ പറഞ്ഞ പോലെ ടോപ്പിക്കുകളുടെ എണ്ണം കൂട്ടി എന്നുള്ളൊരു കാര്യം. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ റിനൈസൻസ്, കേരള ഹിസ്റ്ററിയിൽ റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ എന്താ പറയണ്ടേ, ചരിത്രാതീത കാലം തൊട്ട് തന്നെ നമ്മുടെ സിലബസിന്റെ ഭാഗമാണ് റിനൈസൻസ്, നവോത്ഥാനം എന്നുള്ളത്. പക്ഷെ നവോത്ഥാനത്തിൽ നിന്ന് ചോദിക്കുന്ന അതിലൊരു മാറ്റമുണ്ട് സാർ. മാറ്റം വന്നിട്ടുള്ളത് ഇപ്പം വൈകുണ്ഠസ്വാമി, പണ്ട് നമ്മൾ എങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച സംഘടന സമത്വ സമാജം. ഇന്ന് അതല്ല, ഇന്ന് ആ രീതിയിലല്ല നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. വൈകുണ്ഠസ്വാമിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നതെന്ന് എടുക്കുക. അതിൽ ഏറ്റവും വലിയ കാര്യം, ഏത് വർഷം ആരംഭിച്ചു, അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമി ജനിച്ച കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഈ സമത്വ സമാജം യോഗക്ഷേമ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? യോഗക്ഷേമ സഭയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അവിടെ നമുക്ക് പ്രതീക്ഷിക്കണം. അടുത്ത പരീക്ഷയ്ക്ക് അതായത് ഒരു പുതിയ ടോപ്പിക് അവിടെ വന്നു എന്നുള്ളതാണ്. പുതിയൊരു ടോപ്പിക് എന്താ വന്നിരിക്കുന്നത്? ഇപ്പം ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഈ സാമൂഹിക സംഘടനകൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം, അല്ലേ? അത് അവരുടെ ഒരു സ്വാഭാവികമായിട്ടും യോഗക്ഷേമ സഭ പറയുമ്പോൾ PT ഭട്ടതിരിപ്പാട് പറയും, PT ഭട്ടതിരിപ്പാടിന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകം. അപ്പോൾ ഇങ്ങനെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു വാസ്റ്റായിട്ട് ഒരുപാട് പേരെ പഠിക്കുന്നില്ല, പക്ഷെ കുറച്ച് പേരെ പഠിക്കുന്നതിനകത്ത് തന്നെ വാസ്റ്റായിട്ട് മാക്സിമം ടോപ്പിക്, മാക്സിമം സബ് ടോപ്പിക് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ശരി, അതുപോലെ തന്നെ കാണുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ എക്സാം കഴിയുമ്പോഴും ഒരു 5 മുതൽ 10% വരെ ചോദ്യങ്ങൾ, കറണ്ട് അഫെയർ ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്.
അല്ലെങ്കിൽ കറണ്ട് ഇപ്പൊ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ വരുന്ന ചോദ്യങ്ങൾ കറണ്ട് അഫെയർ History ന്ന് current affairs ഇപ്പൊ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും സനാതന ധർമ്മത്തെ കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ വേറൊന്നുമല്ല, സമയമാണ് വൈക്കം കേരളത്തില്. സത്യാഗ്രഹമായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് ഇതൊരു ചോദ്യമാവാനുള്ള കാരണം ഹിസ്റ്ററിയാണോ അത് ഈ കറന്റ് നടക്കുന്ന ചർച്ചയാണോ എന്ന് ചോദിച്ചാൽ കൂടുതൽ കാരണം എന്താ currently നടക്കുന്ന ചർച്ചയാണ്. റീസെന്റ് നടന്നൊരു സംഭവം പറയാം. വൈക്കം സത്യാഗ്രഹം ഏത് ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ് 100 വർഷം ആഘോഷിക്കുന്നത്. 100 വർഷം ആചരിക്കുന്ന കറണ്ട് അഫയേഴ്സ്. പക്ഷെ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ളത് പോലും കറണ്ട് അഫയേഴ്സിൽ വരുന്ന രീതിയിലേക്ക് ആർട്സ് സ്പോർട്സ് ഡീൽ ചെയ്യുന്ന ആൾക്ക് അത് കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റും. എങ്ങനെയാ കറണ്ട് അഫെയർ ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്ന അർച്ചന മിസ്? ഇപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളിലും കാണാം. പക്ഷേ ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ലിറ്ററേച്ചറിൽ ഇതിന്റെ എണ്ണം കൂടുതലാണ്. ഇതിൽ തന്നെയാണ് എന്താണ് PSC ഒന്ന് പിടിക്കണം എന്ന് വെച്ചാൽ റാങ്ക് ഫയലുകളൊക്കെ മാത്രം പഠിച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് നോട്ട്സുകൾ പഠിച്ചു പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വിയർക്കും. പത്രം വായനയില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് കാണും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം കഴിഞ്ഞ എക്സാമുകളിൽ ഒളിമ്പിക്സിനെ കുറിച്ച്, പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് എല്ലാത്തിലും പറഞ്ഞിരുന്നു. നമ്മുടെ മാരത്തോണിൽ കവർ ചെയ്തിരുന്നു, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിരുന്നു. പക്ഷേ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു PSC ചോദിച്ചിരുന്നത്? ഒളിമ്പിക്സ് നടന്ന വർഷം ചോദിക്കും, അല്ലെങ്കിൽ അതുമായി ബേസ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. പക്ഷേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആർക്ക് വേണമെങ്കിലും എടുത്തു നോക്കാം, എല്ലാത്തിലും പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അതും ജസ്റ്റ് ഏത് വർഷം അല്ലെങ്കിൽ ആർക്ക് അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജാവലിൻ ത്രോ നീരജ് ചോപ്രയ്ക്കല്ല കിട്ടിയെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ചോദ്യം വന്നതാരാ? പാകിസ്ഥാനിയായ ആ വ്യക്തി എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫ് പോലെ ക്വസ്റ്റ്യൻ തന്നെ. അതെ, ഈ മാറ്റം എല്ലായിടത്തും കാണുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ PSC ഡിഗ്രി തലത്തിലും ചോദിച്ചത് ഹോക്കിയിൽ നമ്മൾ പെർഫോം ചെയ്തു എന്നതുകൊണ്ട് ഹോക്കിയുടെ ഇന്ത്യയുടെ ചരിത്രമാണ് ചോദിച്ചത്. അപ്പോ ആ ഒരു അറിവ് അതായത് ഒരു വിഷയത്തിന് കാലിക പ്രസക്തി വരുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രിമൈസ് അല്ലെങ്കിൽ അതിന്റെ ചരിത്രം അറിയാനുള്ള ബാധ്യത ഇവിടെ സർക്കാർ ജോലിയിലേക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട് എന്നുള്ളതാണ് PSC ചോദ്യം. സാഹിത്യത്തിന്റെ നൊബേൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അത് അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ മുൻകാല കൃതികൾ വരെ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ബുക്ക് പ്രൈസ് കിട്ടിയത് വെച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം കറണ്ട് അഫയേഴ്സും ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്കും നമ്മൾ നന്നായി തന്നെ പഠിച്ചു പോകണം എന്ന് പറഞ്ഞ് ഫാക്റ്റ് ആണ്. എന്നാ വേണ്ട, അങ്ങനെയല്ല. കറണ്ട് അഫയേഴ്സ് ഓറിയന്റഡ് ആയിട്ട് വേറൊരു തന്ത്രം അതിന്നിപ്പം അർച്ചന മിസ് പറഞ്ഞു വെക്കുന്നത് റാങ്ക് ഫയൽ അധിഷ്ഠിതമായിട്ട് സമീപിക്കേണ്ട ഒരു പരീക്ഷ അല്ലാതായി തീർന്നിരിക്കുകയാണ്. റാങ്ക് ഫയൽ മാറ്റേണ്ടി വരും. അതെ, അല്ലെങ്കിൽ ആ കാലാനുസൃതമായിട്ട് റാങ്ക് ഫയൽ ഈ സംവിധാനത്തിൽ പരിഷ്കാരം കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഇപ്പോഴും അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ, വിപണിയിൽ, ഇതിനൊരു വിപണി അല്ലെ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു സർവീസ്, ഈ സെക്ടറിൽ ഇപ്പോഴും ഈ എന്താ പറയണ്ടേ, ഈ മേഖലയിലുള്ള ആൾക്കാർ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. നമ്മുടെ ഒരു റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പറയാൻ പറ്റും. ഇതേപോലെ ഇവർ കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ് ഈ സിമ്പിൾ MCQ അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് എന്ന് അത് മാറ്റുന്ന രീതിയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റുകൾ, പ്രസ്താവന ചോദ്യങ്ങൾ, അതിനെയാണ് ഉദ്യോഗാർത്ഥികൾ ഈ മാറ്റം എന്ന് പൊതുവെ പറയുന്നത്. പക്ഷെ അത് മാത്രം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന മൊത്തം എന്താ PSC വന്ന മാറ്റമാണ്. മാറ്റം എന്നുള്ള വാക്കാണ് നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനം. അപ്പൊ അതിന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ വന്ന മാറ്റം എന്താണ്, അതിനെ കുറിച്ചുകൂടെ നമ്മളൊന്ന് പറയണം. എനിക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതുപോലൊരു പോഡ്കാസ്റ്റിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് എന്താണ് ആ മാറ്റങ്ങൾ. നമ്മൾ KS മെന്ററിന്റെ അല്ലെ PSC മെന്റർ പവേർഡ് ബൈ KS മെന്റർ അല്ലെ, ആ മാറ്റങ്ങളെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ. ഇപ്പോ PSC മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ മാറ്റം എന്താണെന്ന് കൃത്യമായിട്ട് സ്റ്റുഡൻസിന് വ്യക്തമാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല പലർക്കും. അപ്പോൾ ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ പലരും ഇപ്പോൾ പുതിയ മാറിയ രീതിയിൽ സ്റ്റുഡൻസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രസ്താവന ചോദ്യങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. അതിൽ ഒന്നാമത്തെ അവർക്ക് സമയം. കാര്യം സിമ്പിൾ MCQs കണ്ട് ശീലിച്ചവർക്ക് പ്രസ്താവന ചോദ്യം സമയം പലരും അതൊരു വായിച്ചെടുക്കാനുള്ള സമയത്തെയാണ് ഈ ബുദ്ധിമുട്ട് എന്നുള്ളതുമായി കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ ഇപ്പോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, സമയം മാറുന്നില്ല. എക്സാമിന്റെ സമയത്തിൽ പ്രസ്താവന ചോദ്യം വന്നുകൊണ്ട് സമയം കൂട്ടിയില്ല, അതേ സമയം തന്നെയാണ്. അപ്പൊ ആ മിനിമം സമയം കൊണ്ട് എങ്ങനെ പ്രസ്താവന ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതിൽ തന്നെ ചിലപ്പോൾ നമുക്ക് എല്ലാ പ്രസ്താവനകളും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അതിൽ ഒരു പ്രസ്താവന ചിലപ്പോൾ തെറ്റായിരിക്കും, അത് മാത്രം നമ്മുടെ കണ്ണിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓപ്ഷൻ കട്ട് ചെയ്താലേ ആൻസറിൽ എത്തുക. ബാക്കി വായിച്ചു പോലും നോക്കട്ടെ. എലിമിനേഷൻ ടെക്നിക്ക് അത് കൃത്യമായിട്ട്, പക്ഷെ അത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ എലിമിനേഷൻ ടെക്നിക്ക് ഹാളിൽ ഇരുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല സ്റ്റുഡൻസ്. അത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വഴി മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു അപ്രോച്ച്, അത് ആ ഒരു മാറ്റം നമ്മൾ തിരിച്ചറിയാന്നുള്ള മാറ്റം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിനുവേണ്ടി നമുക്ക് ആ നാല് ഓപ്ഷനെ കുറിച്ച് അറിയാത്ത ഒരാളുടെ എലിമിനേഷൻ ടെക്നിക്ക് വർക്ക്ഔട്ട് ആവും തോന്നുന്നില്ല. ഇവിടെ വേറെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ പൊതുവെ പറഞ്ഞ നിങ്ങളെടുത്ത എക്സാമ്പിൾസ് എല്ലാം ജനറൽ അല്ലെങ്കിൽ GK എന്ന് പറയപ്പെടുന്ന സബ്ജക്റ്റുകളിൽ നിന്നാണ്.
ഈ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിലും ഇതേ മാറ്റമുണ്ടോ എന്ന് പൊതുവേ നമ്മൾ അതിനെ കുറിച്ച് കാര്യമായിട്ട് ബന്ധപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷെ അതിൽ നിന്ന് വരുന്ന മാർക്ക് ഓൾമോസ്റ്റ് പരീക്ഷയുടെ പകുതിയോളമാണ്. അവിടെ ഉണ്ടോ ഈ ചേഞ്ച്, അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് എന്ന് നമുക്കൊന്ന് പറയണം. അതാണ് ഞാനിപ്പോ നേരത്തെ അനന്തൻ സാറ് പറഞ്ഞ ഒരു കാര്യത്തിന് പിടിച്ചു തുടങ്ങാം. അതായത് പറഞ്ഞു നമുക്ക് സമയം ഒരുപാട് ആവശ്യം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ സമയം ലാഭിക്കാനുള്ള ഒരു ഏരിയ കൂടിയാണ് നമുക്ക് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്നത്. അതിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതായത് ഈ ഭാഗം നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സിലബസിൽ തന്നിരിക്കുന്ന ഒരു 10-25ഓളം ടോപ്പിക്കുകൾ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിലെ ടഫ് ആയിട്ടുള്ള ലെവലിൽ വ്യത്യാസം വരുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് മാത്രമേ ക്വസ്റ്റ്യൻ വരൂ. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത്. അതായത് ബാക്കിയുള്ള GK സബ്ജക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ സമയം ലാഭിക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പൊ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യന്റെ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യന്റെ ചേഞ്ച് നമ്മൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് ഈ ഫയർമാൻ ഡ്രൈവറിന്റെ ഒരു എക്സാം ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു 1/1 × 2 + 1/2 × 3 1/3 × 4 ഒരു സീരീസ് പോലെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഞാനത് മാരത്തൺ സമയത്ത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നും നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് സ്റ്റെക്കായി അതൊരു ഡേഞ്ചർ സിഗ്നലാ. കാരണം നന്നായി പഠിക്കുന്ന കുട്ടികൾ ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളിലോട്ട് PSC കിടക്കുന്നു. റാങ്ക് മേക്കിംഗ് കൂടി ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചതില് 61ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ എത്തിയപ്പോഴേക്ക് കുട്ടികൾ കുറച്ച് വേർക്കുന്നൊരു അവസ്ഥയുണ്ടായി. അതായത് ഇങ്ങനെയുള്ളൊരു സർപ്രൈസ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, LCM വെച്ചിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടൈം കൺസംഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ആ LCM വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് എങ്ങനെ ഒരു ഷോർട്ട് കട്ടിലേക്ക് എത്താം. അപ്പോൾ നാളെ കുട്ടികൾക്ക് ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്തൊരു എക്സാമിലേക്ക് പോകുമ്പോഴും ഇതുപോലെ ഒരു ഷോർട്ട് കട്ട് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഇതേ ചേഞ്ച് ഉണ്ടോ? ഇംഗ്ലീഷില് ഇപ്പൊ നമ്മൾ ഗ്രാമറിൽ വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും ഒക്കാബ്സിൽ കുറെ പുതിയ കൂടുതൽ പണ്ട് SCRT വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. പണ്ട് അധികം ചോദിക്കില്ല. അപ്പൊ അതൊക്കെ കൃത്യമായി മലയാളമായെങ്കിലും ഭരണഭാഷ മലയാളമായെങ്കിലും ഉദ്യോഗാർത്ഥികളുടെ വേർഡ് പവർ ഇംഗ്ലീഷിൽ PSC ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഒരു കാര്യം ചേർത്ത് പറയാനായിട്ടുള്ളത്, ഇപ്പം പറഞ്ഞല്ലോ നമുക്ക് ബൗൺസറുകൾ വരും. ഇപ്പൊ ബൗൺസറുകൾ ഇപ്പൊ ഒരു അറിയാലോ, നമ്മളിപ്പോ ഒരു വലിയ ബൗളിംഗ് പിച്ച് പോയി കഴിഞ്ഞാൽ ബൗൺസർ കളിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ലീവ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അത് ഒരു എക്സാമിലെ നമുക്ക് അതിനെ ബൗൺസറായിട്ട് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതൊരു നോമായി മാറും അല്ലേ? അപ്പൊ ആ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ LCM ഒക്കെ ആ ഒരു എക്സാം സെറ്റിംഗിൽ ഇരുന്ന് നമ്മൾ കൺവെൻഷൻ അല്ലെ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഒരു ചോദ്യം വരുമ്പം ആ പഠിച്ചവർക്ക് പോലും അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വൺസ് വന്നു കഴിഞ്ഞാൽ PSC നൽകുന്ന ഒരു സൂചന എന്താ, നിങ്ങൾ ആ നിലയ്ക്കും കൂടെ തയ്യാറെടുക്കണമെന്നുള്ളതാണ്. അപ്പം വിപണിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പഴകി പഞ്ചറായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതിയോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇല്ല, ഇത് എല്ലാ തലത്തിലും ഉണ്ട് കേട്ടോ. അപ്പൊ കഴിഞ്ഞ LDCക്കോ മറ്റേ PSC ചോദിച്ച ഒരു ചോദ്യമാണ് സെക്കുലറിസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്. എല്ലാവർക്കും അറിയാം മതേതരത്വം. പക്ഷെ അതിലെ ഓപ്ഷൻസ് ഭയങ്കര രസകരമായിരുന്നു. എക്സാക്ട് ഒരു ഓപ്ഷൻ ഈ പറയുന്ന ഒരു ഔദ്യോഗിക മതമില്ലാത്ത അല്ലെങ്കിൽ ഒഫീഷ്യൽ റിലീജിയൻ ഇല്ലാത്ത സ്റ്റേറ്റ് ഉണ്ടാകുന്ന അവസ്ഥ, ഇത് തെരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള ഉത്തരം കിട്ടൂ. അതായത് പദാനുപദമായിട്ട് മതേതരത്വം ആ അറിവ് പോരാ, മതേതരത്വം എന്താണെന്നും കൂടെ അറിയണം. അപ്പൊ അങ്ങനെ ഈ തലത്തിലോട്ട് ചോദ്യം മാറാം. അല്ലെങ്കിൽ പണ്ട് ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി ചോദിക്കുമായിരുന്നു. ഇപ്പോ അൺടച്ചബിലിറ്റി നടപ്പാക്കാൻ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ ലിബർട്ടി ആക്ട് ചോദ്യത്തിൽ മനസ്സിലായി. ഇതിപ്പം നവോത്ഥാനത്തിൽ നിന്ന് സാറ് നേരത്തെ ചൂണ്ടിക്കാണിച്ചായിരുന്നു അരുൺ സാറ്. പണ്ട് ചോദിച്ച പോലെ ഹൂ ഈസ് ഹൂ, വാട്ട് ഈസ് വാട്ട്, അതായത് ഇന്ന ആള് ജനിച്ച വർഷമോ അല്ലെ തീയതിയോ എന്നൊക്കെ ചോദിക്കുന്നതിന് മാറിയാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ നവോത്ഥാന കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്നത്. ആ സമയത്ത് സമകാലീനരായിരുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങളെ അതിനെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു. VT പട്ടത്തിരിപ്പാടിനെ അതുപോലെ തന്നെ
യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയും വേറെ അത് മാത്രമല്ല സാറേ, വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ വർഷം പഠിക്കേണ്ട അല്ലെങ്കിൽ വർഷത്തിന് നമ്മൾ മാറ്റി നിർത്തി പണ്ട് വർഷം ചോദിച്ചുകൊണ്ടിരുന്നു. പിള്ളേർ വിചാരിക്കും വർഷം പക്ഷെ വർഷം പഠിക്കണം. എവിടെയാ അല്ല ഇപ്പൊ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ ഒരു വർഷം അതിനകത്ത് കൂടെ വെക്കും. വർഷം കൂടെ നിങ്ങൾ വെക്കും. വർഷം പറയണം. അതിനപ്പുറം ഇതിന്റെ ഒരു തലം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഉദ്യോഗത്തിലേക്ക് വരുമ്പോൾ ലൈൻ സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലോ ഒക്കെ നിങ്ങളൊരു ഉദ്യോഗസ്ഥനായിട്ട് വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുടെ ജാതിയോ മതമോ പണമോ നിലപാടോ ഒന്നും നോക്കിയിട്ടല്ല നിങ്ങൾ അവർക്കൊരു സേവനം ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് നവോത്ഥാന സിലബസിൽ വന്നത് ഉൾപ്പെടുത്തിയതെന്നുള്ളത് പറയുകയാണ് ഇപ്പം അതിന്റെ ആ ഒരു പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ട് അല്ലേ. അപ്പൊ ഇത് ഭരണപരിഷ്കാരം എന്നുള്ളതിനേക്കാൾ അതിനൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന നമ്മുടെ സർവീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു 20-30 വർഷം ഇവിടുത്തെ ഭരണ ചക്രം തിരിക്കാൻ പോകുന്ന ആൾക്കാരുടെ ക്വാളിറ്റി സ്ഫുടം ചെയ്യാനുള്ള ദൗത്യം കൂടി PSC ഏറ്റെടുത്തിട്ടുണ്ട്. PSC നടപ്പിലാക്കുന്നുണ്ട്. ചേഞ്ച് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ചേഞ്ച് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവരോട് സംസാരിക്കുന്ന ചേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഇപ്പൊ ക്ലിയർ ആയി. എന്തൊക്കെ ചേഞ്ച് എന്ന് മനസ്സിലായി. എന്താണെന്നുള്ളത് മനസ്സിലായി. ഇപ്പോ ആദ്യത്തെ റൗണ്ട് ചർച്ചയിൽ നമ്മൾ ശ്രമിച്ചത് ഇനി വേണ്ടത് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും പൊതുവെ അറിയുന്ന ഒരു കാര്യമാണ്. 2 കാര്യങ്ങളാണ് ഒരു എക്സാം ബോഡി മുന്നോട്ട് തരിക. ഒന്ന് പരീക്ഷയുടെ സിലബസ്, 2 അവര് നടത്തിയ മുൻവർഷ ചോദ്യങ്ങൾ. അപ്പൊ ഈ പരീക്ഷയുടെ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഉപയോഗിച്ചുകൊണ്ട് വേണം ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ ഒരു ചോദ്യം കിട്ടുന്ന സമയത്ത് ഇപ്പൊ PYQ സോൾവിങ് എല്ലാവരും പറയുന്ന, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ചാനൽസും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും PYQന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അപ്പൊ PYQ സോൾവ് ചെയ്ത് ഉത്തരം കണ്ടെത്തുക എന്നതിലുപുറം ആ ഒരു PYQല് 4 ഓപ്ഷൻസിലും 4 സ്റ്റോറി പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തില് ഇപ്പൊ 4 നവോത്ഥാന നായകരുടെ പേര് ഓപ്ഷനിലുണ്ടെങ്കിൽ ഇന്ന് ഉത്തരം ശ്രീനാരായണ ഗുരു ആണെങ്കിൽ നാളത്തെ ഉത്തരം ചിലപ്പോൾ കുമാരനാശാനാകാം. അപ്പോ ആ രീതിയിൽ പഠിച്ചുകൊണ്ട് ഈ ഒരു ചോദ്യത്തെ എന്താണ് ഒരു PYQനെ മനസ്സിലാക്കുക എന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. PYQ സോൾവിങ് എന്താണ്? PYQ സോൾവിങ് ഉത്തരം കണ്ടെത്തുന്നതിന് അപ്പുറത്തുള്ള എന്തെങ്കിലും ഉണ്ടോ? അത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിയലൊരു അറിവാണോ? അല്ലെങ്കിൽ അതിൽ ഈ ടോപ്പിക്കിൽ നിന്ന് കറണ്ട് അഫെയർ വരും. ഓക്കെ, അപ്പൊ നാളെ ഞാൻ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ കറണ്ട് അഫെയർ കൂടെ പഠിക്കണം. ഇതെല്ലാം ഇതിലുണ്ട്. എന്താ ഇതിനുള്ളൊരു വഴി? ഈ 5000-6000 PYQs ഇങ്ങനെ ഇരുന്ന ഒരു ഇൻഡിവിജ്വലിന് എന്തായാലും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും PSC മെൻഡർ അല്ലെങ്കിൽ നമ്മുടെ KS മെൻഡർ PYQസിനെ കാണുന്നത് ദിശാസൂചികയായിട്ട് തന്നെയാണ്, റോഡ് മാപ്പായിട്ടാണ് അല്ലെ. ദിശാസൂചിക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഒരു ഉദ്യോഗാർത്ഥിയെ ഗൈഡ് ചെയ്യുന്നത് PYQs തന്നെയാണ്. സിലബസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിലബസ് നമ്മൾ ഈ പറയുകയാണെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു വലിയ സംവിധാനമുണ്ട് ഇവിടെ അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഈ സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻസിനെ ഉപയോഗിച്ച് ഹ്യൂമൻ ക്യൂറേറ്റർഷിപ്പിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു സംഗതി. അതിനെപ്പറ്റി നമുക്ക് ഈ ചർച്ചയിൽ എന്തായാലും സംസാരിക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സിലബസിനെ അധികരിച്ചുകൊണ്ട് സബ്ജക്റ്റും ചാപ്റ്ററും ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം കൃത്യമായിട്ട് ഈ PYQs ആണ് നമ്മൾ എന്താണ് ഇവിടെ കൊടുക്കുന്ന നമ്മുടെ ട്രെയിനിങ് എന്നുള്ളതിനെ നിർവചിക്കുന്നത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ബൗൺസർ എന്ന് ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഇത് നമ്മൾ സ്വാംശീകരിക്കുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റും എത്ര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എത്ര എട്ടെക് പ്ലാറ്റ്ഫോംസ് ഈ രീതിയിലുള്ള മാറ്റങ്ങളെ ആ സമയത്ത് തന്നെ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്ത് മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട്, ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്, പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. നമ്മളത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്താ പറയണ്ടത്, നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ് പുതിയ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി. ആ പുതിയ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പരീക്ഷയെ ക്രാക്ക് ചെയ്ത് അടുത്ത തവണ എക്സാം ബോഡി കൂടുതൽ ബൗൺസ് ആയിട്ട് വരും, അല്ലെങ്കിൽ കൂടുതൽ തരം ചോദ്യങ്ങളായിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ ഈ കിട്ടുന്ന ശതങ്ങളുണ്ടല്ലോ പുതിയ ചോദ്യങ്ങളുടെ, ആ ശതങ്ങളാണ് നമ്മളെ പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ചോദിക്കാനല്ലേ, ഇപ്പോൾ നമ്മുടെ പല 10th 12th ലെവൽ പ്രൊഡക്റ്റുകൾ ലീഡ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ കൂടെ അറിയാം സാറേ, ഒരു കുട്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അറിവുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 5000-6000 ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് സർവീസാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വഴി കൊടുക്കാൻ പറ്റുക? നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമുക്ക് PYQ അനാലിസിസ് തന്നെ എടുക്കാം. സാറ് പറഞ്ഞ ഒരു പോയിന്റിൽ തന്നെ വരാം. നമ്മൾ വെറുതെ കുറേ സോൾവ് ചെയ്ത് പോകുന്നതല്ല. ഏത് സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററാണ്, ഏത് ടോപ്പിക്കിൽ നിന്നാണ്, ഏത് സബ് ടോപ്പിക്കിൽ നിന്നാണ് കൃത്യമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ വേർഡ് കടം എടുത്തു കഴിഞ്ഞാൽ ബൗൺസർ, ആ ഒരു വേർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ അടുത്ത പ്രാവശ്യം പ്രതീക്ഷിക്കാം. ഇത് ഈ രീതിയിലായിരിക്കും എന്ന് കുട്ടിക്ക് മനസ്സിലാവും, ഒരു ആസ്പിറൻ്റ് മനസ്സിലാവണം. ആ രീതിയിലായിരിക്കും നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്യുന്നത്.
ഒരു കുട്ടിയെ സംബന്ധിച്ച് ആദ്യം ട്രെയിൻ ചെയ്യും. അപ്പോൾ നമ്മളെ അപ്പൊ അതായത് പറഞ്ഞു വരുന്നത് ഇവിടെ വരുന്ന കഴിഞ്ഞ അക്കാഡമിക് സെഷനിൽ നിന്നും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ വ്യാപ്തി ഇത്ര അളവ് കൂടിയിട്ടുണ്ട്. പലരും അത് പറയുന്നില്ല. അതെ, പലരും ഇപ്പോഴും ട്രഡീഷണൽ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാറ്റിക് ആണെന്ന് പറയാം. മറ്റു പല പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന പോലെ പറയല്ല. അങ്ങനെ ഒരു സാധനം വരുന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അല്ല, ഈ സിലബസ് സിലബസിന് ഈ പറഞ്ഞ ഒരു സ്റ്റാറ്റിക് സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെയും സിലബസിനെ അധികരിച്ചുകൊണ്ട് ഉള്ള ചോദ്യങ്ങളുടെ വ്യാപ്തി കൂടിക്കൊണ്ട് അത് എവർ ഗ്രോയിങ് ആണെന്നുള്ള ഒരു സാധനം അതായത് നമ്മൾ ഉദ്യോഗം പറഞ്ഞ് സമ്മപ്പ് ചെയ്തത് PYQവും സിലബസും വെച്ചുകൊണ്ടേ നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ പറ്റൂ. ആൻഡ് PYQവിൽ നിന്ന് കിട്ടുന്ന ഓരോ ഇൻഫർമേഷനും ഇവൻ അത് ഡൈനാമിക് ആണോ സ്റ്റാറ്റിക് ആണോ എന്നുള്ള ഇൻഫർമേഷൻ അടക്കം അടുത്ത ഈ തലത്തിലുള്ള പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ 2021 അല്ലെങ്കിൽ 22 കാലഘട്ടത്തില് 10ാം തരം അല്ലെ +2 തര പരീക്ഷകളിൽ, മത്സര പരീക്ഷകളിൽ ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു ഫിഗർ പറയാണ്, 1000 ടോപ്പിക്സ് ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് തീർച്ചയായിട്ടും കൂടി 1150 ആയിട്ടുണ്ട്. ആ 150ന്റെ വ്യത്യാസം ഒരു വർഷത്തിനിടെ അതെ അതെ ആ വിസിബിലിറ്റി ഉദ്യോഗാർത്ഥികൾക്ക് നൽകുക, ആ നിലയ്ക്ക് അവരെ പരുവപ്പെടുത്തുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമ്മൾ ഒരു ടീം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നത്.